അങ്ങനെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നു. തേങ്ങാ ചമ്മന്തിപ്പൊടി. കരിയാപ്പില, വെളുത്തുള്ളി, ഉള്ളി, ഇഞ്ചി ഇത്രയും സാധനം ഇട്ട് അടുപ്പ് വെച്ചിട്ട് വഴറ്റിയെടുക്കുന്നു. 20 തേങ്ങയുടെ ചമ്മന്തിയാണ്. 20 തേങ്ങ, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി. ആദ്യം കരിയാപ്പില ഇട്ടു, രണ്ടാമത് ഇഞ്ചി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി. തേങ്ങയുടെ അത് കഴിഞ്ഞ് തേങ്ങ 20 തേങ്ങയുടെ ഇടുന്നു. അങ്ങനെ ചമ്മന്തിപ്പൊടി റെഡിയായി. 20 തേങ്ങയുടെയാണ്. അത് അടുത്തായിട്ട് പുളി ഇടുന്നു, കുരുമുളക്. അങ്ങനെ കുരുമുളക് ഇടുന്നു. 20 തേങ്ങയ്ക്ക് ഞങ്ങൾ 75 ഗ്രാം കുരുമുളകാണ് ഇടുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ ഇടുകയാണ്. അടുത്തതും 200 ഗ്രാം മുളക് പൊടിയായിരുന്നത്. 200 ഗ്രാം മുളക് പൊടി. 20 തേങ്ങയ്ക്ക് 200 ഗ്രാം മുളക് പൊടിയാണ് ഞങ്ങൾ ഇടുന്നത്. അടുത്തത് ഉപ്പിടുന്നു. ഉപ്പ് പരുവത്തിനാണ് ഇടുന്നത്. അടുത്തത് പുളി ഇടുന്നു. പുളി ഏതാണ്ട് ഞങ്ങൾ 200 ഗ്രാം പുളിയായിരുന്നത് 20 തേങ്ങയ്ക്ക്. 20 തേങ്ങയ്ക്ക് 200 ഗ്രാം പുളിയാണ് ഇടുന്നത്. ഇത് ഇളക്കി ഞങ്ങൾ ഇപ്പോൾ ഒരു പാത്രത്തിൽ കോരും. പാത്രത്തിൽ കോരി വെച്ചിട്ട് ഏതാണ്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ മിക്സിയിലിട്ട് ഇത് പൊടിക്കും. ഏതാണ്ട് 1 കൊല്ലം വരെ ഇത് ഇരിക്കും. 1 കൊല്ലം, 8 മാസം വരെ ഏറ്റവും കുറഞ്ഞ ഇരിക്കും. അത് നമ്മൾ വെള്ളം തൊടാതെ ഇരിക്കണം. വെള്ളം തൊട്ട് പോയി എളുപ്പം പൂക്കും. 8 മാസം വരെ ഇരിക്കും. അപ്പം നമുക്കിടെ വീടുകളിലെല്ലാം ഉണ്ടാക്കാൻ പറ്റിയൊരു മാർഗ്ഗമാണ് ഇത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ചേരുവയെന്ന് പറയും 20 തേങ്ങയ്ക്ക് ഏതാണ്ട് 250 ഗ്രാം ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കരിയാപ്പില, പുളി, കുരുമുളക് ഇവ ചേർത്താണ് എടുക്കുന്നത്. അങ്ങനെ ചമ്മന്തിപ്പൊടി അങ്ങനെ തേങ്ങ വറുത്ത് കഴിഞ്ഞു. ഇനി ഒരു 2 മണിക്കൂർ കഴിയുമ്പം മിക്സിയിലിട്ട് ഞങ്ങൾ പൊടിക്കും. ഏതാണ്ട് 6 മാസം വരെ ഇരിക്കും. 6-8 മാസം വരെ ഇരിക്കും. അങ്ങനെ ചമ്മന്തിപ്പൊടി മിക്സിയിൽ പൊടിച്ച് ഇടുന്നു. ഇത്രയേ ഉള്ളൂ.
അങ്ങനെ ചമ്മന്തി എല്ലാം നനയാത്ത പാത്രത്തിൽ ഒരു വെള്ളമയമില്ലാതെ എല്ലാം തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ 8 മാസം വരെയും